പ്രണയാഗ്നി രചന ആത്തൂസ് മഹാദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഹായ് സ്റ്റുഡൻസ്, മൈ നെയിം ഈസ് ഡാനിയൽ കെയ്ൻ ഡാനിയൽ. ഇന്നു മുതൽ ഞാനാവും നിങ്ങളുടെ കെമിസ്ട്രി സബ്ജക്റ്റ് എടുക്കുന്നത്. അവൻ്റെ മുഖത്തെ ചിരിയിലും സോഫ്റ്റ് ആയിട്ടുള്ള സംസാരത്തിലും പെട്ടെന്ന് തന്നെ പിള്ളേരൊക്കെ ഹാപ്പിയായി. അത് കുട്ടികളുടെ മുഖത്ത് തന്നെയുണ്ട്. എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു. തന്നെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ആമയിൽ, ഞാൻ എത്തി പൗർണമി നിന്റെ അരികിൽ, നിന്നെ എൻ്റെ സ്വന്തമാക്കുക. എനിക്കിനി ഇവിടുന്ന് ഒരു മടങ്ങിപ്പോക്കുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമായിരിക്കും. എനിക്ക് നിന്നെ കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്ക് കിട്ടാനും ഞാൻ സമ്മതിക്കില്ല. നിന്നെ എനിക്ക് വേണം, എൻ്റെ മാത്രമായി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ മൗനമായി പറഞ്ഞു. എന്നാൽ ഇതൊന്നും അറിയാതെ അവൾ മറ്റൊരു ലോകത്തായിരുന്നു. അവളും അവളുടെ ഇച്ഛായനും മാത്രമുള്ള ലോകത്ത്. ഇനി വരാനിരിക്കുന്ന കാലങ്ങൾ എന്താണെന്നറിയാതെ. ഫസ്റ്റ് ഡേ ആയതിനാൽ ഡാനിയൽ ക്ലാസ് ഒന്നും എടുക്കാൻ നിൽക്കാതെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തിരികെ പോയി. പോകുന്നതിന് മുന്നേ ആമിയെ നോക്കാനോ മറന്നില്ല. എന്തൊക്കെയോ ആലോചിച്ചിരുന്ന കാരണം ആമിയെ ശ്രദ്ധിച്ചില്ലെങ്കിലും അവൻ്റെ ഓരോ നോട്ടവും നീതു കാണുന്നുണ്ടായിരുന്നു. ഹലോ മേഡം, എന്താ ഇത്ര ആലോചന? ക്ലാസ്സിൽ നിന്ന് സാറ് പോയതെന്നറിയാതെ ആലോചനയോടെ ഇരിക്കുന്ന ആമിയുടെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് നീതു ചോദിച്ചു. ഏയ്, ഞാൻ വെറുതെ. കള്ളം പറയണ്ട, നീ നിന്റെ ഇച്ഛാനെയും സ്വപ്നം കണ്ടിരുന്നാണെന്ന് നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. നീതു പറഞ്ഞതും ആമി മുഖം താഴ്ത്തൊന്ന് പുഞ്ചിരിച്ചു. എന്നാലേ ഇപ്പൊ ഇവിടുന്ന് പോയ ആൾ നിന്റെ ഇച്ഛാനൊരു പണിയാവും. നീതു ഗൗരവത്തോടെ പറയുന്ന കേട്ട് അതെന്താണെന്ന് മനസ്സിലാവാതെ ആമി സംശയത്തോടെ അവിടെ മുഖത്തേക്ക് നോക്കി. നീ എന്തൊക്കെയാ പറയുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീതു ഡാനിയലിനെ കുറിച്ച് തോന്നിയ സംശയവും അവൻ ഇടയ്ക്കിടയ്ക്ക് ആമിയെ നോക്കിയത് അവളോട് പറഞ്ഞു. ഏയ്, നിനക്ക് വെറുതെ തോന്നിയതാ. ഒരു അധ്യാപകനല്ലേ, നമ്മൾ വെറുതെ സംശയിക്കാൻ പാടില്ല. ആ സാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാന്നേ. നീതു അത് പറഞ്ഞു. ആമി പിന്നെയൊന്നും പറയാൻ പോയില്ല. ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് ആദ്യം തന്നെയാണ് ആമിയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. സുമതി ചേച്ചിയോട് ഇത്തിരി നേരം വിശേഷവും പറഞ്ഞ് ആമി റൂമിലേക്ക് പോയി. ബെഡിൽ കിടക്കുന്ന ആദമിനെ നോക്കിക്കൊണ്ട് അവൾ ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാൻ കയറി. കുളി കഴിഞ്ഞ് ഡ്രസ്സ് ഇടുന്നതിനിടയിലാണ് ആമിയുടെ കയ്യിൽ നിന്ന് ദാവണി ഷോൾ വെള്ളത്തിലേക്ക് വീണത്. ഇത് മുഴുവൻ നനഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? കയ്യിലിരിക്കുന്ന ഷോൾ നോക്കി അവൾ ആലോചിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് തലയിലെ ടവൽ അഴിച്ചെടുത്ത് മാറിലേക്ക് ഇട്ടുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. വേഗം കബോർഡിൻ്റെ അടുത്തേക്ക് നടന്നു. ഫോണിൽ നോക്കിയിരുന്ന ആദ്യം എന്തോ സൗണ്ട് കേട്ട് മുന്നിലേക്ക് നോക്കി. അപ്പോൾ കണ്ടത് മാറിൽ നിന്ന് ടവൽ എടുത്തു മാറ്റി കയ്യിലിരിക്കുന്ന ഷോള് പ്ലീറ്റ് എടുക്കുന്നതാണ്. ഒരു വേള അവൻ്റെ കണ്ണുകൾ അവളുടെ ഒതുങ്ങിയ ആ കുഞ്ഞ് അരക്കെട്ടിലേക്ക് നീണ്ടു. ഏതോ ഒരു ഉൾപ്രേരണയിൽ അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. ആമി കബോർഡിൽ നിന്ന് വേറൊരു ഷോൾ എടുത്ത് ഉടുക്കാൻ തുടങ്ങിയതും എന്തോന്ന് തൻ്റെ അരയിലൂടെ ചുറ്റി വരിഞ്ഞതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്നുള്ള നീക്കമായതിനാൽ അവൾ ഞെട്ടിക്കുതറിക്കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. തൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ ഇച്ഛായനെ കണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടക്കുകയായിരുന്നു. അവളുടെ വിടർന്ന കണ്ണുകളും വിറകൊള്ളുന്ന ചുവന്ന ചുണ്ടുകളും കഴുത്തിലൂടെ ഒഴുകി മാറിലേക്ക് ഒലിക്കുന്ന വെള്ളത്തുള്ളികളെയും അവൻ കൗതുകത്തോടെ നോക്കിക്കണ്ടു. അവൻ്റെ കണ്ണുകളുടെ ചലനം മനസ്സിലായതും അവൾ വിറച്ചുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചതും ആദം അതിനനുവദിക്കാതെ അവളുടെ കുഞ്ഞു വയറിൽ ഒന്നുകൂടെ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് വലിച്ചു ചേർത്തു. അവളുടെ കുഞ്ഞുടൽ അവൻ്റെ ദൃഢമായ ശരീരത്തിൽ അമർന്നു. ഇരുവരും ഒരുപോലെയൊന്ന് വിറച്ചു. ആമി ഒരു പിടച്ചിലൂടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഒരു വേള അവൻ്റെ കണ്ണുകൾ അവളുടെ കീഴ്ചുണ്ടിൽ മാത്രമായി വിശ്രമം കൊണ്ടു. അത് മനസ്സിലായ പോലെ അവളുടെ ചുണ്ടുകൾ പതിയെ ഒന്ന് വിടർന്നു. ആ കാഴ്ചയിൽ അവൻ്റെ കണ്ണുകളും വിടർന്നു. ആ നിമിഷം തന്നെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ അധരങ്ങളെ കടിച്ച് വായിലാക്കി. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുതുകിൽ അള്ളിപ്പിടിച്ചു. ആദ്യമായിട്ടറിയുന്ന ചുംബന ലഹരിയിൽ ഇരുവരും സർവം മറന്ന് ചുംബിച്ചു. സാവധാനം തുടങ്ങിയ ചുംബനം വളരെ വേഗം വന്യതയിലേക്ക് കൈമാറി. അവളുടെ ഇരു ചുണ്ടുകൾ ഒരുമിച്ച് വായിലാക്കി അവൻ കടിച്ചു നുണഞ്ഞു. അരയിലിരിക്കുന്ന അവൻ്റെ കൈയുടെ മുറുക്കം കൂടി. മറുകൈ കൊണ്ട് അവളുടെ പിൻകഴുത്തിലൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മേൽ ചുണ്ടും കീഴ്ചുണ്ടും അവൻ മാറി മാറി നുണഞ്ഞു. ആ മുറിയിലാകെ അവരുടെ ചുണ്ടുകൾ ഞൊട്ടി നുണയുന്ന ശബ്ദമുയർന്നു. സമയം കടന്നു പോകുന്തോറും അവളാകെ തളർന്നുകൊണ്ടിരുന്നു. ശ്വാസം കിട്ടാതെയായതും അവളൊന്ന് പിടഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അത് മനസ്സിലായ പോലെ ആദം ഒരു നിമിഷത്തേക്ക് അവളുടെ ചുണ്ടുകളൊന്ന് സ്വതന്ത്രമാക്കിയ ശേഷം പിന്നെയും അവിടേക്ക് തന്നെ പാഞ്ഞു കയറി. മതിവരാത്ത പോലെ പിന്നെയും അവളുടെ ചുണ്ടുകളെ കടിച്ചു വലിച്ചു നുണഞ്ഞു. നാവിൽ ഉമ്മി നീരിനൊപ്പം രക്തച്ചുവ അറിഞ്ഞതും
അവൻ തൻ്റെ ചുണ്ടുകളിൽ നിന്ന് അവളുടെ ചുണ്ടുകളെ അടർത്തി മാറ്റി. തളർച്ചയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആദ്യം ഇരു കൈയിലും അവളെ കോരിയെടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തി. അരികിലായി അവനും കിടന്നു. ആമി വേഗം സൈഡിലേക്ക് തിരിഞ്ഞു കിടന്നു. ആദം ഒരു കുസൃതി ചിരിയോടെ അവളുടെ അരികിലേക്ക് നീങ്ങി കിടന്നുകൊണ്ട് അവളുടെ അനാവൃതമായ വയറിലൂടെ കൈയിട്ട് ആ പിൻകഴുത്തിൽ മുഖം പൂഴ്ത്തി. അവൾ പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. കൈ രണ്ടും മുറുകെ ചുരുട്ടി പിടിച്ച് അവളുടെ ശരീരത്തിൻ്റെ മാറ്റം അറിഞ്ഞ പോലെ അവൻ കഴുത്തിൽ മറയായി കിടന്ന മുടിഴകളെല്ലാം മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവിടെ അമർത്തി ചുംബിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ ശരീരത്തിലൂടെ കറണ്ട് പാസ് ചെയ്യും പോലെ തോന്നി അവൾക്ക്. കഴുത്ത് പുറകിലേക്ക് വളച്ചുകൊണ്ട് അവളൊന്ന് കുതിറി. അടങ്ങിക്കിടക്കെൻ്റെ ആമി കൊച്ചേ. ചെവിക്ക് പുറകിലായി ചുംബിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു. അത് കേട്ട് ഞെട്ടിക്കൊണ്ട് അവൾ മിഴികൾ വലിച്ചു തുറന്നു. അവൻ്റെ ആമിക്കൊച്ചെ എന്ന വിളി അവളിൽ അത്രമാത്രം സന്തോഷം നിറച്ചിരുന്നു. ഒരു വേള അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആദം അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളെ അവന് നേരെ തിരിച്ചു കിടത്തി. ആ നിമിഷം തന്നെ അവൾ അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് അവൾ മുറുകെ പുണർന്നുകൊണ്ട് കിടന്നു. ആമിക്കൊച്ചി ഇന്ന് മുഴുവൻ ഇങ്ങനെ കിടക്കാനാണോ ഉദ്ദേശം? ഏറെ നേരത്തിന് ശേഷം അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചപ്പോഴാണ് അവൾക്ക് താനിപ്പോൾ എന്താ ചെയ്തതെന്നും തൻ്റെ ഇപ്പോഴത്തെ കോല അവൾക്ക് മനസ്സിലായത്. അവൾ പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി എഴുന്നേൽക്കാൻ നോക്കിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ബെഡിൽ തന്നെ ഇട്ടു. ഇച്ചായ, അവൾ ഇടർച്ചയോടെ വിളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ബെഡിൽ അവൾക്ക് മുകളിൽ വന്ന് രണ്ട് കൈ കൊണ്ട് അവൾക്ക് ഇരുവശവും വച്ച് അവളുടെ മിഴികളിലേക്ക് നോക്കി. ഒരു നിമിഷം അവർ രണ്ടുപേരുടെയും മിഴികൾ തമ്മിൽ ഇടഞ്ഞു. എന്നാൽ ഇത്തിരി നിമിഷങ്ങൾക്ക് ശേഷം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തുനിന്ന് താഴേക്ക് പാഞ്ഞു. അവളുടെ അർത്ഥനഗ്നതയിൽ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. ആ കുഞ്ഞാലില വയറിലും ഒതുങ്ങിയ മാറിടങ്ങളിലും മുഖം പുഴുത്തി ചുംബിക്കാൻ തോന്നിയവന് പെട്ടെന്ന് കണ്ണിലെന്തോ ഉടക്കിയതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. ദാവണി പാവാടയുടെ ഉള്ളിൽ നിന്ന് നേരിയ രീതിയിൽ കിടക്കുന്ന ആ ചെയിനിൽ അവൻ വിരലുകൾ കൊണ്ട് ചുഴറ്റി വലിച്ചത് അത് മുഴുവൻ പുറത്തേക്ക് വന്നു. ആമി വിറച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. അവനെ തടയണമെന്ന് തോന്നുമെങ്കിലും മനസ്സതിന് അനുവദിക്കാത്ത പോലെ അവൻ്റെ കണ്ണുകൾ അവളുടെ കുഞ്ഞു വയറിലും ഇത്തിരി ആഴമുള്ള നാഭിച്ചുഴിയോട് ചേർന്ന് പിണഞ്ഞിടക്കുന്ന പൊന്നരഞ്ഞാണത്തിലും മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു. എന്തോ ഒരു തോന്നലിൽ അവൻ അവിടേക്ക് മുഖം താഴ്ത്തി ആ അരഞ്ഞാണവും ചേർത്ത് നാഭിച്ചുഴിയിൽ അമർത്തി ചുംബിച്ചു. അവൾ പുളഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ വിരൽ കോർത്തു വലിച്ചു. അവളുടെ ആ പ്രവൃത്തി അവനിൽ പിന്നെയും അത് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒന്നുകൂടെ അവിടേക്ക് മുഖം താഴ്ത്തി അവൻ വയറിലൊന്ന് കടിച്ച് ചുംബിച്ച ശേഷം പതിയെ നാഭിച്ചുഴിയിൽ നുണഞ്ഞു. ആമി ബെഡിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ പിടച്ചിലുകൾ അറിഞ്ഞ് അവൻ മനസ്സില്ലാ മനസ്സോടെ അരഞ്ഞാണവും വയറും ചേർത്തൊന്ന് കടിച്ചു വിട്ടുകൊണ്ട് എഴുന്നേറ്റു. ഒന്നുയർന്നു വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ മുറുകെ അടച്ച് വിയർത്തൊലിച്ച് കിടക്കുന്ന തൻ്റെ പെണ്ണിനെ അവൻ പ്രണയത്തോടെ നോക്കി. പിന്നെ അവളിലേക്ക് മുഖം അടുപ്പിച്ച് പതിഞ്ഞ സ്വരത്തിൽ പതിയെ പറഞ്ഞു, ഇനിയും ഇങ്ങനെ ഇവിടെ കിടക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ നിർത്തിയെടുത്ത് നിശ്ചയം വീണ്ടും തുടങ്ങുവേ. അത് കേട്ടവൾ ഞെട്ടിക്കൊണ്ട് മിഴികൾ വലിച്ചു തുറന്നു. അവൻ്റെ മുഖത്തെ കള്ളച്ചിരിയും നോട്ടം കണ്ട് അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അതവനിൽ നിന്ന് മറക്കാനെന്നോണം അവനെ തള്ളി മാറ്റിക്കൊണ്ട് വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഷോളും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി കയറി. അവൻ അവൾ പോകുന്ന നോക്കി ചിരിയോടെ കിടന്നു. ആമി താഴേക്ക് വരുമ്പോൾ സുമതി പോയിരുന്നു. അവൾ നേരെ കിച്ചണിൽ പോയി ചായ ഉണ്ടാക്കി. ആദ്യമിന് വേണ്ടി ഒരു കപ്പിൽ പകർന്നെടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് സാന്ദ്ര അവിടേക്ക് വന്നു. അവളെ കണ്ട ആമി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ തിരികെയും, ടീ ആണ് ആമി, ആണെങ്കിൽ അതിങ്ങ് തന്നെ, ഭയങ്കര തലവേദന. അതും പറഞ്ഞ ആമി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ സാന്ദ്ര അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി സിപ്പ് ചെയ്തിരുന്നു. ആമി പിന്നെയൊന്നും പറയാതെ മറ്റൊരു കപ്പെടുത്ത് ബാക്കിയുണ്ടായിരുന്ന ചായ അതിലേക്ക് പകർന്നു. ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് ആമി? സാന്ദ്ര എന്തൊക്കെയാ അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു. നന്നായിട്ടുണ്ട് ചേച്ചി, അവളൊരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെയോ? എന്നാൽ അത് കേട്ട് പെട്ടെന്ന് ആമിയുടെ ഉള്ളിലേക്ക് വന്ന് ഡാനിയുടെ മുഖവും നീതുവിൻ്റെ വാക്കുകളുമാണ്. അതോർത്തതും അവൾ എന്തോ ഇഷ്ടക്കേടോടെ മുഖം ചുളിച്ച്. സാന്ദ്രയുടെ കണ്ണുകൾ ഇതൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ആമി എന്താ ഒന്നും പറയാത്തേ? ഒന്നും പറയാതെ എന്തോ ആലോചനയോടെ നിൽക്കുന്ന ആമിയുടെ കയ്യിലും തട്ടിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു. അപ്പോഴാണ് ആമി ഡാനിയുടെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഏയ് ഒന്നുമില്ല ചേച്ചി, നന്നായി പഠിപ്പിക്കുന്നുണ്ട്, എനിക്കിഷ്ടമാണ് അവിടേക്ക്. പിന്നെ എന്തോ ചോദിക്കാൻ പോയ സാന്ദ്രയെ തടഞ്ഞുകൊണ്ട് ആമി പറഞ്ഞു. ശരി ചേച്ചി, ഇച്ചാനി അതൊന്ന് കൊടുത്തിട്ട് വരാം. അതും പറഞ്ഞവൾ വേഗം പുറത്തേക്ക് പോയി.
എന്നാൽ ആമിയുടെ ഇച്ഛാൻ എന്ന വിളിയിൽ സാന്ദ്രയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തു. പിന്നെ എന്തോ ഓർത്ത പോലെ അവളൊന്ന് ചിരിച്ചു. ആമി റൂമിലേക്ക് വരുമ്പോൾ ആദ അവിടെ ഉണ്ടായിരുന്നില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ അവൻ അവിടെ ഉണ്ടാവുമെന്ന് മനസ്സിലായി. നേരത്തെ നടന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നു. അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവനെ ഫേസ് ചെയ്യാൻ ഒരു മടി പോലെ തോന്നി. വേഗം കയ്യിലിരുന്ന കപ്പ് ടേബിൾ വെച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ആമി താഴെ സാന്ദ്രയുള്ളത് ഓർത്തപ്പോൾ അവൾക്കെന്തോ അങ്ങോട്ടേക്ക് പോവാൻ തോന്നിയില്ല. പിന്നെ അവൾ വേഗം അകത്തേക്ക് കയറി ഡോറ് ചാരിയിട്ട് ബാൽക്കണി ഡോറ് തുറന്ന് അവിടേക്ക് ഇറങ്ങി നിന്നു. ആദം ഫ്രഷായി വരുമ്പോൾ കണ്ടു ടേബിളിരിക്കുന്ന കപ്പ്. അവൻ കണ്ണുകൾ കൊണ്ട് അവൾക്കായി ചുറ്റും പരതി. കാണാതെയപ്പോൾ പോയി കാണുമെന്ന് കരുതി. ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട ശേഷം മിററിൽ നോക്കി തലമുടി സെറ്റ് ചെയ്ത ശേഷം അവൻ ടേബിളിരുന്ന കപ്പ് കയ്യിലെടുത്ത് കുടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ നോട്ടം ബാൽക്കണിയിലേക്ക് പാറി വീണത്. നേരത്തെ അടഞ്ഞുകിടന്ന ഡോർ ഇപ്പോൾ തുറന്നെടുക്കുന്നുണ്ട്. അവൻ അവിടേക്ക് നടന്നു. അവിടെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ആമയെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. കയ്യിലുണ്ടായിരുന്ന കപ്പ് തിരികെ വെച്ചുകൊണ്ട് അവൻ ശബ്ദമുണ്ടാക്കാതെ അവിടെ അരികിലേക്ക് നടന്നു. യാദൃശ്ചികമായി തൻ്റെ ഇടുപ്പിലൂടെ എന്തോ ഒന്ന് ചുറ്റിപ്പിടിച്ചതും ആമി ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് തിരിയാൻ നിന്നു. ആമി കൊച്ചേ. കാതിനരികിലെ പതിഞ്ഞ സ്വരത്തിലെ വിളിയിൽ അവളുടെ ശരീരമൊന്ന് നിശ്ചലമായി. കണ്ണുകൾ വിടർന്നു. അധരങ്ങളിൽ മനോഹരമായൊരു പുൻചിരി വിരിഞ്ഞു. കാതിൽ പതിയുന്ന അവൻ്റെ നിശ്വാസവും താടി രോമങ്ങൾ കൊണ്ടുള്ള ചെറിയ വേദനയിലും അവൾ കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുകെ അടച്ചു. ആദം പതിയെ മുഖം താഴ്ത്തി ആ വെളുത്ത കഴുത്തിലൊന്ന് ചുംബിച്ചു. അവൾ പിടഞ്ഞുകൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി. ആദം അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പിന്നെയും അവൻ്റെ മുഖം കഴുത്തിലേക്ക് അടുക്കാൻ പോകുന്നതെന്ന് മനസ്സിലായ ആമി വിറച്ചുകൊണ്ട് പതിയെ പറഞ്ഞു, ഇച്ചയ വേണ്ട. അവളുടെ വിറച്ചുകൊണ്ടുള്ള ശബ്ദത്തിൽ ആദം മുഖം ചിരിച്ച് അവളെ നോക്കി. കണ്ണുകൾ മുറുകെ അടച്ചു നിൽക്കുന്ന അവളെ കണ്ട് അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചു, എന്ത് വേണ്ടാന്ന്? അവനിലെ കുസൃതി മനസ്സിലായതും ആമി കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് മുഖം ചിരിച്ച് അവനെ നോക്കി. ആ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ കുസൃതി ചിരിയും കണ്ട് അവൾ വല്ലാതെയായി. ആമി വേഗം അവനിൽ നിന്ന് മുഖം മറച്ച് മാറാൻ തുടങ്ങിയതും ആദം അതിനനുവദിക്കാതെ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടെ മുറുകെ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു, പറയൂ ആമി കൊച്ചേ, എന്ത് വേണ്ടാന്ന്? അവൻ്റെ ചിരിയോടെയുള്ള വാക്കുകൾ കേട്ട് അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തനിക്ക് മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു ആദമാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. തന്നിൽ മാത്രം മിഴികൾ അർപ്പിച്ച് നിൽക്കുന്നവളെ കണ്ട് അവൻ എന്താന്ന് പുരികമുയർത്തി ചോദിച്ചു. അപ്പോഴാണ് താൻ ഇപ്പോഴും അവനെ നോക്കി നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അവളൊരു ജാളിതയോടെ മുഖം കുനിച്ചു. ഏയ് ഒന്നുമില്ല, അവൾ പതിയെ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറാൻ നോക്കി. ആദ അവളിൽ നിന്ന് കൈയൊന്ന് അയച്ചതും ആമി സൈഡിലേക്ക് മാറാൻ പോയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു. അവൾ പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നടന്നു. ഒടുവിൽ തേടി നടന്ന് എന്തോ കണ്ടെത്തിയതുപോലെ ഒന്നിലുടക്കിയതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. തൻ്റെ അധരങ്ങളിലേക്കുള്ള അവൻ്റെ നോട്ടത്തിൽ ആമിയുടെ ശരീരം ചെറുതായി ഒന്ന് വിറച്ചു. തന്നിലേക്ക് അടുത്തു വരുന്ന അവൻ്റെ മുഖം കാണുക അവൾ പോലും അറിയാതെ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു. ഇരുവരുടെയും ചുണ്ടുകൾ അതിൻ്റെ ഇണയെ പുൽകാൻ പോയതും ആദം ആദം പുറകിൽ നിന്ന് സാന്ദ്രയുടെ ഉച്ചത്തിലുള്ള വിളികേട്ടത് ആമി ഞെട്ടിക്കൊണ്ട് അവനെ പുറകിലേക്ക് തള്ളിമാറ്റി തിരിഞ്ഞു. സാന്ദ്ര ദേഷ്യത്തോടെ ഇരുവരെയും മാറി മാറി നോക്കി. മുന്നിൽ കണ്ട കാഴ്ച അവൾ അത്രമേൽ ചൊടിപ്പിച്ചിരുന്നു. ഒരു വേള ആമയെ കൊല്ലാനുള്ള പക അവളിൽ ഉയർന്നു. എന്നാൽ ആദമിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ മറ്റൊരാളുടെ കടന്നുവരവ് അവനിൽ അത്രമേൽ കോപം ജനിപ്പിച്ചിരുന്നു. സാന്ദ്രയാണെന്ന് മനസ്സിലായതും അവൻ്റെ ദേഷ്യം ഇരട്ടിയായി. കണ്ണുകൾ ചുവന്ന് കലങ്ങി, മുഖം വലിഞ്ഞു മുറുകി. അവൻ സാന്ദ്രയ്ക്ക് നേരെ തിരിഞ്ഞു. പെട്ടെന്ന് ആദമിൻ്റെ മുറുകിയ മുഖം കണ്ട് സാന്ദ്ര ഞെട്ടി. എന്താ പറയേണ്ടെന്നറിയാതെ അവൾ ഉയറി. ഞാൻ അറിയാതെ സോറി. അവൾ പേടിയോടെ വിക്കി വിക്കി പതിയെ പറഞ്ഞിട്ട് പൂർത്തിയാക്കും മുന്നേ അവൻ്റെ സ്വരം അവിടെ ഉയർന്നു. നിർത്തടി. ഒരു വേള ആമി പോലും ഞെട്ടിത്തരിച്ച് തിരിഞ്ഞു നോക്കി. അവൻ്റെ അപ്പോഴത്തെ ഭാവം അവളിൽ ഭയം നിറച്ചു. സാന്ദ്ര ഞെട്ടിക്കൊണ്ടരടി പുറകിലേക്ക് നീങ്ങി. ആരോട് ചോദിച്ചിട്ട് നിന്നെ ഇപ്പൊ ഇവിടെ കെട്ടിയെടുത്ത്? അവൻ അവൾക്ക് നേരെ ഉച്ചത്തിൽ അലറി. സാന്ദ്ര പേടിയുടെ ആമിയെ നോക്കി. ആമിയും പേടിച്ച് കുറച്ച് നിൽക്കുവാണ്. ചോദിച്ച് കേട്ടില്ലേ എന്തുണ്ടാക്കാനാണെന്ന്? നീ ഇപ്പൊ ഇവിടെ തള്ളിക്കയറി വന്ന്. അവൻ പിന്നെയും ദേഷ്യത്തിൽ അലറിയതു സാന്ദ്ര പേടിയോടെ പതിയെ പറഞ്ഞു. ഞാൻ വെറുതെ അറിയാതെ. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. മറ്റൊരാളുടെ റൂമിലേക്ക് വരുമ്പോഴുള്ള മാനേഴ്സ് എന്താന്ന് നിനക്കറിയില്ലേ? മേലിൽ ഇവിടേക്ക് ഇതുപോലെ ഇടിച്ചു കയറി വന്നാ ഞാൻ ഇങ്ങനെ ആവില്ല സാന്ദ്ര പെരുമാറുന്നു. സോറി ആദം, ഞാൻ അവളെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൻ ഉച്ചത്തിൽ അലറി. സാന്ദ്ര പേടിയോടെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി.
അവൾ പോയതും ആദ്യ റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. സ്വർഗത്തിലെ കട്ടുറുമ്പ് ആ സാന്ദ്രയ്ക്ക് വരാൻ കണ്ട സമയം. എന്തായാലും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.